ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ അൻസാരി ഉസ്താദ് ചെയ്ത 2 വീഡിയോ ആണ്. ആ 2 വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കേട്ടാ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് പണ്ടടങ്ങും. വേറൊരു കാര്യം കൂടിയുണ്ട്. ആ ചിരിന്റെ ഇടയിലൂടെ നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല സംഖ്യയുടെ മനസ്സിലിരിപ്പുണ്ടല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചാകാൻ വേണ്ടി കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ സംഖ്യ TG മോഹൻദാസ് അല്ലേ. TG മോഹൻദാസ് വിദ്യാർത്ഥി സമരത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും കുറച്ച് വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് TG മോഹൻദാസ് ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ നേരെ ഉണ്ടല്ല വെടിവെക്കുമെന്നായിരുന്നു ആ വേട്ടാവളിയും പറഞ്ഞിരുന്നത്. അതിന് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല ആ വേട്ടാവളിയും TG മോഹൻദാസിനുണ്ടല്ല നല്ലത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചാണക സംഖ്യ TG മോഹൻദാസിന നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല കണ്ട വഴി ഓടിക്കുന്ന ആ മനോഹരമായ കോമഡി വീഡിയോ കണ്ടിട്ട് വരാം. ഞങ്ങളുടെ അപ്പൂപ്പന് ചെന്നികളായി ഞങ്ങളുടെ TG അപ്പൂപ്പൻ പറഞ്ഞു കേട്ടായിരുന്നു. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത പിള്ളേരോട് ഞാനായിരുന്നെങ്കിൽ അഥവാ TG മോഹൻദാസ് ആയിരുന്നെങ്കിൽ ആദ്യം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടും, പിന്നെ എല്ലാത്തിനും തുരുതുരാ പിടി വെക്കും, എന്നിട്ട് എല്ലാത്തിനും പെറുക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുവിടുമെന്ന് പറഞ്ഞു. വയസ്സാം കാലത്ത് ഞങ്ങളുടെ അപ്പൂപ്പന് ചെന്നി കയറുമ്പോൾ എന്തെല്ലാം പറയുന്നല്ലേ. എന്റെ ദൈവമേ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്റെ TG അപ്പൂപ്പൻ ഈ വയസ്സാം കാലത്ത് 2 കാലിൽ നിന്ന് ഒന്ന് ആരോഗ്യത്തോടെ മൂത്രം ഒഴിക്കുന്ന കാണാനുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒരു അധോവായുവെങ്കിലും അത് കടല പരിപ്പ വയറ എന്നിട്ട് ആരോഗ്യത്തോടു കൂടി ഒരുക്കി അധോവായുവെങ്കിലും വിടാനുള്ള ആരോഗ്യം ഉണ്ടാകും. എന്ത് നാണക്കേട. അല്ലെങ്കിൽ അപ്പൂപ്പ നിങ്ങൾക്ക് ഈ വെടിവെച്ച പോലെയല്ലേ അറിയുള്ളൂ. മഹാത്മാഗാന്ധിജിനെ കണ്ടില്ലേ? അല്ലെ നിങ്ങൾക്ക് ഒരാളെയും വളർത്താൻ ഒരു സമൂഹത്തെ ഉദ്ധരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല. നിങ്ങൾക്ക് ഈ തോക്കുകൊണ്ട് മനുഷ്യന്മാരെ ഗൗരി ലങ്കേഷിന്റെ നെഞ്ചിന് തുളയിട്ടില്ലേ, ഗോവിന്ദ് പൻസാരെ, കൽബുർഗ്, ഇത് നിങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാനും ഉപദ്രവിക്കാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഫാസിസമായി പുറത്തു വരുന്നത്. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന സാധനവത. അല്ലെങ്കിൽ മാനവികമായ മുഖം കൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തെ ഉദ്ധരിക്കത്തില്ല. ഇവിടുത്തെ ഹിന്ദുവിനെ ഉദ്ധരിക്കത്തില്ല. ഇന്ത്യയിലുള്ള നാനാജാതിയിൽപ്പെട്ട മനുഷ്യനെ നിങ്ങൾ ഉദ്ധരിക്കത്തില്ല. നിങ്ങൾക്ക് ആയുധം എടുത്തുകൊണ്ട് മനുഷ്യനെ കീഴ്പ്പെടുത്താനേ കഴിയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറഞ്ഞ് ആശയം പറഞ്ഞ് ആദർശം പറഞ്ഞ് നിലപാട് പറഞ്ഞ് നിങ്ങൾക്ക് നിലകൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൂപ്പ ആദ്യം എണീറ്റ് ഇന്ന് 2 കാല് മൂത്രം ഒഴിക്കാൻ ഒരു 2 കീഴ്വായി വിടാനെങ്കിലും നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. ആ ജെൻസി പിള്ളേരെ വായിലൊന്നും പോയി പെടണ്ട. ഈ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് വെടിവെക്കാനും കൂടെ ചെന്ന് നോക്ക്. പിള്ളേരെ പിടിച്ചു ചില വാഴപ്പഴം ഞെവിടുന്ന പോലെ ഇങ്ങനെ ഞെവിടി അങ്ങോട്ട് വിടും, പിന്നെ ഒന്നും കാണത്തില്ല. മനസ്സിലായേ? അൻസാരി ഉസ്താദ് പറഞ്ഞതുപോലെ കീഴുവായി പോലും ഉണ്ടല്ല ശരിക്കിടാൻ പറ്റാത്ത ഈ വേട്ടാവളിയാണ് ആ വിദ്യാർത്ഥികൾ ഇല്ലാതായിക്കളിയും കണ്ടമൊഴി ഓടിച്ചാലെന്നൊക്കെ പറയുന്നത്. ഇയാളുടെയൊക്കെ ചൊറിച്ചലെന്താണെന്നറിയാം. ഈ വയസ്സാകുമ്പോൾ ചില ചാണക സംഖ്യ കണ്ടില്ല ഇമാതിരി കുത്തിക്കഴപ്പുണ്ടാവും. അതായത് ജീവിതം തീരാൻ പോകുന്ന ഇയാൾക്കടില്ല, ജീവിതം ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ല അവരെ കാണുമ്പോൾ വല്ലാതെ കുരുവട്ടും. ആ കുരുവട്ടലാണ് ഈ പരനാറി കാണിച്ചത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സംഖ്യയുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ല, ആ ചിന്താഗതിയാണ് ഇയാൾ പറഞ്ഞതും. അതായത് ഇവരെ എതിർക്കുന്നത് വിദ്യാർത്ഥികളായാലും ശരി, സ്ത്രീകളായാലും ശരി, ഇനി ഇവരെ കുടുംബക്കാരല്ലേ, ഇനി ഇവരെ വീട്ടിലുള്ള ഇവരെ മക്കളായാലും ശരി, ഇവരെ എതിർക്കുന്നുണ്ടെങ്കിൽ എന്ത് വൃത്തികെട്ട കളി കളിച്ചിട്ടുണ്ടല്ല അവരെ ഇല്ലാതാക്കും. ആ സത്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നരച്ച സംഖ്യ ഉണ്ടല്ല ആ സംഖ്യ ഇയാളുടെ വായിന്ന് പുറത്തു വന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്തതായിട്ടുണ്ടല്ലോ അൻസാരി ഉസ്താദിന്റെ അടുത്ത അടിപൊളി ഒരു കോമഡി വീഡിയോ കാണിച്ചു തരാം. ഈ വീഡിയോ കൂടി കാണുമ്പോഴല്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളെ നാട്ടിലെ സംഖ്യ ഉണ്ടല്ല എത്രമാത്രം ബുദ്ധിയും വരുന്നുണ്ടെന്ന്. വാ, സുബഹി മുതൽ ചിരിക്കാൻ തുടങ്ങി ചിരിച്ചിരിച്ചെന്റെ ഒതുവനെ മുറിഞ്ഞു. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ, നമസ്കാരം. പിന്നെ എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഷീജ ഏത് ജാതിയാണ് എന്ന് ചോദിച്ചു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു മനുഷ്യജാതിയാണ്, എനിക്ക് ജാതി മതമൊന്നുമില്ല. അല്ല, ഷീജ എന്നുള്ളത് മുസ്ലിം പേര്, പിന്നെ ദൂരെയുള്ളവർക്ക് അറിയില്ലല്ലോ മുഹമ്മദ് എന്നൊരു സ്ഥലപ്പേരാണെന്ന്. അപ്പോ മുഹമ്മദ് എന്ന് കണ്ടത് കൊണ്ട് കഥ പിടുത്തം കിട്ടിയില്ലേ? ഈ ആലപ്പുഴയുടെ ആണ് ഈ മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം. ഈ മണ്ണഞ്ചേരിക്ക് അപ്പുറമാണ് ഈ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ആ സ്ത്രീ ഷീജ എന്നാണ് അവരുടെ പേര്. ആ പേരിന്റെ ഇപ്പൊ ഷീജ മുഹമ്മ എന്ന് കണ്ടു. മുഹമ്മ, ഷീജ മുഹമ്മ സ്ഥലപ്പേരാണത്. അപ്പൊ ഈ സംഖ്യ വിചാരിച്ചെന്താ അറിയാം, ഷീജ മുഹമ്മദ് ആണെന്ന് വിചാരിച്ചിട്ട് അവരുടെ കമന്റ് ബോക്സിലും അല്ലാതെ സ്ഥിരം പോയി അങ്ങ് തെറി പറയും. ആ സ്ത്രീ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവരെ ഉപദ്രവിച്ചിട്ടില്ല, ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ ഷീജ മുഹമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സംഘപരിവാറുകാരന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ, എനിക്ക് ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റുമോ എനിക്ക്? ഷീജ മുഹമ്മ എന്ന പേര് കണ്ടപ്പോഴേക്കും അവനിക്ക് അവരോട് വെറുപ്പായി പോയി. ആ സ്ത്രീ ഇന്ന് വരെ അവനെ ഉപദ്രവിച്ചിട്ടില്ലാത്ത, നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയോട് അവനിക്ക് വിരോധം തോന്നുകയാണ്. എന്താ? ഷീജ മുഹമ്മ എന്ന് കണ്ടപ്പോ. ബാക്കി കേട്ടോ, ഞാൻ വിചാരിച്ചു ഷീജ ഒരു മുസ്ലിം ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഷീജയുടെ എല്ലാ പോസ്റ്റിന് താഴെയും ഞാൻ നെഗറ്റീവ് കമന്റ് എഴുതിക്കൊണ്ടിരുന്നത്.
പിന്നെ അച്ഛന് ബലിയിടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പുള്ളിക്കൊരു 70 വയസ്സിനോടടുത്തുണ്ട്. അപ്പൊ ഞാൻ പറയുവാണ്, ഞാനൊരു ഹിന്ദുവാണ്, പക്ഷെ എനിക്ക് ജാതിയോ മതമോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഏത് ആപത്ത് ഘട്ടത്തിലും എന്നെ സഹായിച്ചതും എന്നെ ചേർത്ത് നിർത്തിയതും കഞ്ഞി വെക്കാതിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് അരിയും അതിൻ്റെ സാധനങ്ങളും കൊണ്ട് തന്ന് എന്നെ ചേർത്ത് പിടിച്ചത് എനിക്ക് ഒരു മുസ്ലിം കുടുംബമാണ്. അതൊക്കെ പിന്നെ നമ്മളൊന്നല്ലേ സഹോദരി, നമുക്കങ്ങനെ ജാതി മതമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. അപ്പം സഹോദരി പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴയിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേച്ചിയുണ്ട്, ഞങ്ങളുടെയൊക്കെ സ്വന്തം. ആ ചേച്ചിയുടെ വാക്കുകൂടെ കേൾക്കാം ഈ അവസരത്തിൽ. ഓപ്പറേഷൻ നടത്താൻ ഭയങ്കര പൈസ, ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ. അന്നൊന്നും ആരും സഹായിക്കാനില്ല അല്ലേ? സഹായിക്കത്തില്ല. അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങളുടെ ഹിന്ദുസ് ഒന്നും ഒരു രൂപ ഞാൻ പറയും അതിൽ കൂടെ ഇസ്ലാത്തിന്റെ സഹായം ചെയ്തില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. അവർ പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രിയ ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിയിരിക്കുന്ന പൈസ പോലും എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ എന്നെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സക്കരിയ ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടാണ് ആലപ്പുഴയുടെ നഗരവീതിയിലുള്ള സ്ഥലത്തിന്റെ പേരാണ് സക്കരിയ ബസാർ. കൂടുതലും മുസ്ലിം സമൂഹം തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അവിടെ ജീവിച്ച ഒരു സഹോദരിയുടെ വാക്കാണ് ഈ കേട്ടത്. കമന്റിട്ട് വിദ്വേഷിക്കും ഇതുപോലെ അറിയാവാ. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ മറ്റ് നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിൽ തിങ്ങിപ്പാർക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വെക്കുന്ന അങ്ങോട്ട് കൊടുക്കും. രാവിലെ തന്നെ ഒരു ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതലപ്പുറത്തേക്ക് അവിടെ പ്രായമുള്ള ചേച്ചിമാരുണ്ടെങ്കിൽ ചേച്ചി ഇതാ ചായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കും. അവരിങ്ങോട്ട് ഭക്ഷണം തരും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണ് ആലപ്പുഴക്കാർ. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ, മലപ്പുറമൊക്കെ അങ്ങനെ തന്നെ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ വന്നിട്ട് ജാതി മതമൊക്കെ പറഞ്ഞ് അവരെ ചീത്ത വിളിച്ച് വേർതിരിച്ച് കാണാൻ തരുത് പറയുന്നവൻ്റെ കീച്ചാപ്പൊക്കെ ഒരു വിളിക്കും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ. കാരണം ഞങ്ങളൊക്കെ ഒരുപോലെ ഇവിടെ ജാതി മതത്തിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേർന്ന് പോകുന്ന ആളുകളവിടെ. എല്ലാവർക്കും അവരുടെ വിശ്വാസമുണ്ട്, പരസ്പരം ബഹുമാനിച്ച് പോകുന്നതാണ്, പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും പോകുന്നതാണ്. അവരുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഈ ജാതി വർത്താനം പറഞ്ഞാൽ അവർ തള്ളക്ക് വിളിച്ചില്ലെങ്കിലുള്ള കാര്യം. നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് നമ്മളെ നാട്ടിലെ സംഖ്യന്റെ ഒരു ശരാശരി സംഖ്യന്റെ മാനസികാവസ്ഥ. പേരിന്റെ കൂടെ മുഹമ്മദ് എന്ന സ്ഥലപ്പേര് കണ്ടപ്പം മുഹമ്മദ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു ഹിന്ദു യുവതിനെ പൂര തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ മനസ്സിൽ എമ്മാതിരി ചാണകമായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു സംഖ്യ ഉണ്ടല്ലോ, ഒരു ദിവസം അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എത്രമാത്രം വലുതാണെന്ന്. ഈ സംഖ്യകൾക്കുണ്ടല്ലോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീഡിയോ പോസ്റ്റോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടി പോയിട്ട് തെറി വിളിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടൂല. ഇനി അതും പോരാഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടല്ല, ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സംഖ്യക്ക് ഉറക്കൂല. അതും കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ വീട്ടിലുണ്ടല്ല ഒരു പ്രസവം നടന്നാൽ അന്ന് നമ്മളാണ് സംഖ്യക്കിട്ടില്ല ഉറക്കൂല. ഇനി ഇതൊക്കെ പോരാഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ മുസ്ലിം സപ്പോർട്ട് ചെയ്താലോ മുസ്ലിമിനെ ഹിന്ദു സപ്പോർട്ട് ചെയ്താലോ അന്ന് നമ്മളാണ് സംഖ്യക്കിട്ടില്ല ഉറക്കമില്ലാത്ത രാത്രിയാണ്. ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് മുഹമ്മദ് എന്ന സ്ഥലപ്പേര് കണ്ടിട്ട് ഹിന്ദുക്കളെ വരെയുണ്ടല്ല മുഹമ്മദ് ആക്കിയിട്ട് ഈ ഭരണാരികള് തെറി വിളിക്കുന്നത്. എന്തൊക്കെയായാലും തമാശ വീഡിയോയിലൂടെ സംഖ്യയുടെ മനസ്സിലിരിപ്പുണ്ടല്ല, ആ മനസ്സിലിപ്പ് മൊത്തം പുറത്തു കൊണ്ടുവന്ന അൻസാരി ഉസ്താദിനും ഷീജ മുഹമ്മക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.